ഈ സമാധാനത്തിന് ദൈവം എന്തെയും റോമർക്ക് എഴുതിയ ലേഖനം 16-20 പെട്ടെന്ന് ഒന്ന് പറഞ്ഞ പെട്ടെന്ന് ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അഭിഷേകം ചലിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭവനത്തിലൊക്കെ ഉയർന്നു നിൽക്കുന്ന, വാണു നിൽക്കുന്ന പൈശാചിക ശക്തികളെ, അത് എന്തായിക്കോട്ടെ, എന്ത് മർദ്ദലിപ്പായിക്കോട്ടെ, എന്ത് വഴക്കായിക്കോട്ടെ, അതിനെയെല്ലാം ആശയക്കുഴപ്പങ്ങളായിക്കോട്ടെ, കലഹമായിക്കോട്ടെ, ആ ആത്മാവിനെ കട്ട് ചെയ്യുവാൻ, അമാലേക്കിന്റെ ആത്മാവിനെ തകർക്കണമെങ്കിൽ അതിനെ പിടിച്ചു കെട്ടണം. ആമേൻ. പാസ്റ്റർ ലെവിയാത്താന്റെ ആത്മാവിനെ പിടിച്ചു കെട്ടുന്ന കാര്യം പഠിപ്പിച്ചപ്പോൾ അത് പറയുവാൻ തുടങ്ങി. ലെവിയാത്താന്റെ ആത്മാവിനെ നമുക്ക് ബത്സിച്ചും അതിനെ ആത്മീയമായി ബൈൻഡ് ചെയ്ത് പിടിച്ചു കെട്ടുന്ന ആ നിലവാരത്തിൽ അത് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യണം? ലെവിയാത്താന്റെ ആത്മാവ് എന്താണ്? ഗർവത്തിന്റെ ആത്മാവാണ്, ഹുങ്കിന്റെ ആത്മാവാണ്. It's a spirit of pride that is a ruler over all kings. ഈ രാജാവിനെ, ഈ പൈശാചിക രാജാവായ ലെവിയാത്തിന്റെ ആത്മാവിനെ പിടിച്ചു കെട്ടണമെങ്കിൽ അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് പിടിച്ചു കെട്ടുവാൻ കഴിയുകയില്ല. അഹങ്കാരവും ഹുങ്കും പ്രൈഡും വാഴുന്ന ഒരു വ്യക്തിക്ക് അവനെ തുരത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു കുടുംബത്തിന് അവനെ തകർക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു ദൈവസഭയ്ക്ക് അവനെ തകർക്കുവാൻ, പിടിച്ചു കെട്ടുവാൻ കഴിയുകയില്ല. അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ നീ താഴ്മ ധരിക്കണം. ഹല്ലേലൂയ. ദൈവമായിരിക്കെ വേഷത്തിൽ ഒരു ദാസനായി തീർന്നു. ഹല്ലേലൂയ. ലെവിയാത്തിന്റെ ആത്മാവിനെ നീ തകർക്കണമെങ്കിൽ, അതിനെ പിടിച്ചു കെട്ടണമെങ്കിൽ, ശക്തികളെ നിർവീര്യമാക്കണമെങ്കിൽ അതിന് അനിവാര്യമായ ഒരു കാര്യമാണ് that you must have clothed yourselves with a spirit of humility. താഴ്മ ധരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ എന്ന് പറയുന്ന പോലെ അമാലേക്ക് ശക്തികളെ പിടിച്ചു കെട്ടണമെങ്കിൽ, അമാലേക്ക് ശക്തി എന്താണ്? ആ ദുർശക്തി? അത് it's a spirit of jealousy. It's a spirit of envy. യാക്കോബിന്റെ ലേഖനം 3-ാം അതിന്റെ 15-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും. യാക്കോബ് അപ്പോസ്തലൻ ദൈവമക്കളോട് പറയുക, നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഈർഷ്യയും ശണ്ഠയും വഴക്കും കലഹവും, സാധാരണ മനുഷ്യരെ പോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് ഉയരത്തിൽ നിന്നുള്ള ഒരു ദൈവികമായിട്ടുള്ള ജ്ഞാനമല്ല. 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് when envying and strife is കുടുംബങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ, സഹോദരന്മാരുടെ മധ്യത്തിൽ, ദൈവസഭയിൽ, സമൂഹത്തിൽ, കൂട്ടങ്ങളിൽ വാഴുന്ന ഒരു പൈശാചിക ദുരാത്മ പ്രവർത്തികളാണ്. എല്ലാവർക്കും എൻവിയും സ്ട്രൈഫൊക്കെ അല്പം കാണും. പക്ഷേ അതിൽ ആധിപത്യം സ്ഥാപിച്ച് കലഹമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, ഡിവോഴ്സ് ഉണ്ടാക്കുന്ന, ബന്ധങ്ങളെ തകർച്ചു കളയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കുന്ന, ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യയുടെതിരെ, ഭർത്താവും ഭാര്യയും, സ്തോത്രം, അപ്പനും അമ്മയും മക്കളുടെ എതിരെ, മക്കൾ അപ്പനമ്മമാര്. അവിടെ ലെവിയാത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ അമാലേക്കിന്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? For where envying and strife is, there is confusion and everyone. കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. സമാധാനത്തിന്റെ ദൈവം. അപ്പോൾ സമാധാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരുവാൻ, സമാധാനത്തിന്റെ പ്രഭുവിന് നാം അധീനരായി. For wherever there is jealousy. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അല്പസ്വല്പം ജലസി ഉണ്ട്. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അത് പാപ സ്വഭാവത്തിന്റെ. കായൻ ആബേലിനോട് ജലസായി. ദൈവം ആബേലിനെ സ്വീകരിച്ചപ്പോൾ ജ്യേഷ്ഠനായ ഒരു കുടുംബത്തിൽ ഒരു അപ്പന് 2 മക്കളാണ്. ധൂർത്തുപുത്രനെ കുറിച്ച് നാം വായിക്കുമ്പോൾ 2 മക്കളുണ്ടായിരുന്നു, ജ്യേഷ്ഠ സഹോദരനും അനിയനും. അനിയൻ ധൂർത്തടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അപ്പന്റെ കൂടെ നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ അത് പിടിച്ചില്ല. എന്താ അപ്പൻ ഇത്രയും എക്സൈറ്റ്മെന്റ്? എന്ത് കണ്ടിട്ടാ അപ്പൻ ഇത്രയൊക്കെ ചെയ്യുന്നത്? എന്തിനാ കാളയെ, അതും കാളയല്ല, ആ കൊച്ചു കിടാവിനെ അർത്ഥം അവിടെ പാർട്ടി ഇല്ലേ? For wherever there is jealousy, envy and contention. Okay, വഴക്ക്, rivalry, selfish ambition. സമാധാനത്തിന്റെ ഈ ദൈവമായ യാഹ്വേ ശലോമിന് നാം ഒരു യാഗപീഠം പണിയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഈർഷ്യയും, ജലസി, envy, contention വരുമ്പോൾ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഇല്ലേ? പിടിവാശി, വിട്ടുകൊടുക്കുവാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ? വാക്വാദമാണ്. നീ ശരിയല്ല, ഞാനാ ശരി, നീ ശരിയല്ല, ഞാനാ ശരി, ഞാൻ ശരി, നീ ശരിയല്ല, നിങ്ങൾ ശരിയല്ല, ഞാൻ ശരി. Wherever there is jealousy and contention, rivalry and selfish ambition, there will also be confusion, unrest, disharmony, rebellion. അസമാധാനത്തിന്റെ അവസ്ഥ. And all sorts of evil and wild practices. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. അമാലേക്കിന്റെ ആത്മാവിനെയൊക്കെ പിടിച്ചു കെട്ടണമെങ്കിൽ you must be a man and a woman of peace. Your house must be a house of peace. നമുക്കറിയാമല്ലോ, ഫിലിസ്ത്യർ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവത്തിന്റെ ജനം ഏലി പുരോഹിതന്റെ കാലത്ത് അവർ പരാജയപ്പെടുകയാണ്. പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഫിനെഹാസും ഹോഫ്നിയും ഏലിയുടെ മക്കൾ എന്ത് ചെയ്തു? അവിടെയുള്ള ജനം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ജനം എപ്പോഴും ജയിച്ചു നിൽക്കണം, അതാണ് ദൈവത്തിന്റെ ഹൃദയം. പക്ഷേ അവർ ദൈവത്തിന്റെ വ്യവസ്ഥകളും ദൈവത്തിന്റെ വഴികളെല്ലാം വിട്ട് എവിടെയോ പോയിരിക്കുന്നു. അപ്പോൾ അവർ വിചാരിച്ചു, ആ നിയമപ്പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കെരൂബുകളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന പെട്ടകം കൊണ്ടുവന്നാൽ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും.
അവിടെ ദൈവത്തിന്റെ സമാധാനമായ ദൈവം പിശാചിനെ എന്ത് ചെയ്യും? ഫിലിസ്ത്യ ശക്തികളെ നിർവീര്യമാക്കും. ആ മഹത്വത്തിന്റെ പെട്ടകത്തെ കൊണ്ടുവന്നു, സ്ഥാനത്തിന്റെ പെട്ടകത്തെ കൊണ്ടുവന്നു. പക്ഷെ എന്തു പറ്റി? പെട്ടകം പിടിച്ചെടുത്തുകൊണ്ട് പോയി. കബോദ് ഇഖബോദായി മാറി. ദൈവ മഹത്വത്തിന്റെ അവസ്ഥകൾ, കബോദിന്റെ അവസ്ഥകൾ, ഇഖബോദ്, ഹോഫ്നിയും ഫിനെഹാസും ഒക്കെ മരിച്ചു വീഴുകയാണ്. എത്ര പേരെന്ന് പറയും ഹല്ലേലൂയ? എല്ലാ വാഗ്വാദവും, എല്ലാ ഈർഷ്യം, എവറി സ്ട്രൈവ്, എവറി കണ്ടൻഷൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ അതിനെ സ്തോത്രം വിട്ടുകളയുവാൻ, മാനസാന്തരപ്പെടുവാൻ ഗിദെയോനോട് ദൈവം ആവശ്യപ്പെട്ടതുപോലെ നീ എല്ലാ ബാൽ, അശേര, എല്ലാ വിഗ്രഹങ്ങളെ ഞാൻ വെറുക്കുന്ന സകലത്തെയും, എത്ര പേര് അങ്ങനെ ഒന്ന് തയ്യാറാണ് പ്രിയപ്പെട്ടവരെ? അത് കഴിഞ്ഞ് സ്തോത്രം യാഹ്വേ ഷലോമിന്റെ ഒരു യാഗപീഠം പണിതെടുക്കുകയാണ്. ആമേൻ. ഞാൻ തിരിച്ചു വരുന്നു. 5 സ്റ്റെപ്പുകൾ, 5 കാര്യങ്ങൾ, 5 സ്റ്റെപ്സ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ 5 കാര്യങ്ങൾ? ആദ്യം, ഒന്ന്, നിങ്ങൾ ഒരു ഭവനത്തിലേക്ക് പോകുമ്പോൾ, ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ വന്ദനം ചെയ്യണം. യു മസ്റ്റ് റിലീസ് ദ ബ്ലെസ്സിംഗ് ഓഫ് പീസ്. യു മസ്റ്റ് റിലീസ് ഷാലോം. ദൈവരാജ്യത്തെ നിങ്ങൾ തുറന്നു വിടണം. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ നിങ്ങൾ ആദ്യം പിടിച്ചു കെട്ടണം. യു മസ്റ്റ് ബൈൻഡ് ദ സ്ട്രോങ് മാൻ, ബൈൻഡ് ദ റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, റിലീസ് ദ ബ്ലെസ്സിംഗ് ഓഫ് പീസ്. അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്ന, അദൃശ്യമായി പ്രവർത്തിക്കുന്ന, ഇൻവിസിബിൾ അൺസീൻ റലത്തിൽ സകലത്തെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ പൈശാചിക മണ്ഡലത്തെ നിങ്ങൾ പിടിച്ചുകെട്ടണം. രണ്ടാമത്, നിങ്ങൾ കൂട്ടായ ഒരു പട്ടണത്തെ, ഒരു ദേശത്തെ, ഒരു സമൂഹത്തെ, ഒരു കൂട്ടത്തെ മാറ്റണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? എല്ലായിടത്തും ഇടിച്ചു കയറി അങ്ങോട്ട് സുവിശേഷം പറയുകയാണ്. പക്ഷെ കർത്താവ് ഒരു മാതൃക നൽകുകയാണ്. ഡിവൈൻ സ്ട്രാറ്റജി. വി ഷെയർ ദ ഗോസ്പൽ. നമ്മൾ സുവിശേഷം പലപ്പോഴും ഒരു ബന്ധവുമില്ലാതെ, ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ വന്ന് അവരുടെ പ്രൊഡക്റ്റ് ഇടിച്ചു കയറ്റുന്നത് പോലെ സുവിശേഷം നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ പട്ടണങ്ങളിൽ വലിയ ക്രൂസൈഡുകൾ വെക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും ബന്ധം സ്ഥാപിക്കുവാൻ സാഹചര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പറയുകയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇന്റൻഷനലായി എന്ത് ചെയ്യണം? ഈ സുവിശേഷം അവരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പിൽ നിങ്ങൾ ജീവിക്കുന്ന, താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു ലോങ് ടേം, ലോങ് റേഞ്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ഇത് അനിവാര്യമാണ്. അവരോട് ആദ്യം എന്ത് ചെയ്യണം? ഒരു ബന്ധം, ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പ്. It must be out of a relationship that you are able to share the gospel. ഇല്ലേ? ഇന്ന് നമ്മൾ സുവിശേഷം പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്ലോക്ക് ഇടും. ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് വേണ്ട, എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. കർത്താവ് ഒരു മാതൃക കൊടുക്കുകയാണ്. How can you touch a people, touch a group of people? Hallelujah. 3, minister to the felt needs. നിങ്ങൾ ആ കുടുംബത്തിലേക്ക് പോകുമ്പോൾ, ഒരു വ്യക്തിയെ പോകുമ്പോൾ അവരോടൊരു ബന്ധം സ്ഥാപിച്ച്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ദുഃഖത്തിലൂടെ പോകുന്നുണ്ടോ? എന്തെങ്കിലും വിഷയമുണ്ടോ? പ്രശ്നമുണ്ടോ? Minister to the felt needs. Heal the sick and cast out demons. Right. 4, അങ്ങനെ നിങ്ങൾ അവരോടൊരു ബന്ധം, ഒരു ആത്മാർത്ഥമായ ഒരു ബന്ധം, നിങ്ങൾ അവരെ വാസ്തവമായി സ്നേഹിക്കുന്നു, കരുതുന്നു എന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു ഹിന്റ് കിട്ടിയാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഒരു വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ഒരു അല്പം കരം ചലിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയാൽ അവരുടെ ഹൃദയം വീണ്ടും തുറക്കും. Then you proclaim the king. അപ്പോൾ നിങ്ങൾ സുവിശേഷത്തെ, യേശു രാജാവിനെയും ദൈവരാജ്യത്തെയും അവർക്ക് പ്രദാനം ചെയ്യുക. Proclaim the king and the kingdom. പിന്നെ ആ വ്യക്തി അവരുടെ ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിച്ചാൽ ആ വിഷയത്തിൽ, ആ റീജിയനിൽ, ആ കുടുംബത്തിൽ, ആ ദേശത്ത്, ആ സമൂഹത്തിൽ അവനാണ് ഒരു സമാധാനത്തിന്റെ പുത്രനെങ്കിൽ പിന്നെ ഒരു സമാധാനത്തിന്റെ പുത്രനായി, ഒരു സമാധാനത്തിന്റെ ഭവനമായി അവനെ പണിതെടുക്കുവാൻ, ആ കുടുംബത്തെ പണിതെടുക്കുവാൻ പ്രയത്നിക്കുക. Raise and establish a house of peace which is a door into that community. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഒന്ന് ആഴത്തിൽ നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. First, release the blessing of peace. Release shalom. Shalom. Hallelujah. Shalom. രണ്ടാമത്, സ്തോത്രം, സുവിശേഷം ആൾക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതേ. Hallelujah. നിങ്ങളെല്ലാം പാപികളാണ് സ്തോത്രം എന്ന് പറയുമ്പോൾ always Jesus was compassionate. He was a sheep, a shepherd. ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ തന്റെ ഹൃദയം, he was compassionate, he was moved with compassion. ഇന്ന് പലപ്പോഴും ആ കരുണയില്ലാതെ, ആ മനസ്സലിവില്ലാതെ, ആ ദൈവസ്നേഹം ഇല്ലാതെ എങ്ങനെയെങ്കിലും നമ്മുടെ ജോലി നമ്മൾ ചെയ്തു തീർക്കണം. No, 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 no. You can never transform a community. ഒരുപക്ഷെ അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പക്ഷേ if you want to change that person, you must have relationship, fellowship with them. അവരെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ അവരെ ഒന്ന് സ്പർശിച്ചാൽ, തൊട്ടാൽ, അവിടെ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ഒന്ന് റിലീസ് ചെയ്യുന്നത് അവർ കണ്ടാൽ അവരുടെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക്. So we are invading the kingdom of darkness. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് 5-ാം വാക്യം തൊട്ട് നമുക്ക് വായിച്ചു കേൾക്കാം. സ്തോത്രം. ഈ തത്വങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ, നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ആ വീട്ടിനെ സമാധാനം എന്ന് പറയുവീൻ. ആ വീട്ടിൽ സമാധാനം. The first principle, release peace, the blessing of peace. Shalom. Yes.
അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോകുന്ന എല്ലാ പുരുഷ കാണുന്ന എല്ലാ വീടുകളും ഭവനങ്ങളും ഒരുപക്ഷെ നിങ്ങളെ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഹല്ലേലൂയ. ആ ഹൃദയം തുറന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ നന്മകൾ, ദ യൂഡോ, ദ ഷലോം, ദ പ്രോസ്പെരിറ്റി, ദൈവത്തിന്റെ ആ സമാധാനം, ആ നിറവ്, ആ നന്മ അവിടെ വന്ന് വസിക്കുവാനിടയായിത്തീരും. യെസ്. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ എനിക്ക് സമയമൊന്നുമില്ല നിങ്ങളോട്, നിങ്ങളുടെ കൂടെ എനിക്ക് സമയമൊന്നും ചെലവഴിക്കുക. ഞാൻ സുവിശേഷം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കലിയാക്കും. അവർ തുറക്കുക, സഹോദര ഒന്ന് വാ, സഹോദരി ഒന്ന് വാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ കാണുന്ന ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷന്മാരല്ല, എവറി പേഴ്സൺ ഈസ് എ മിനിസ്റ്റർ. ആമേൻ. എവറി മെമ്പർ ഈസ് എ മിനിസ്റ്റർ ഓഫ് ഗോഡ്. ഇന്ന് ഞായറാഴ്ച നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് നാം ദൈവവചനം പഠിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നാം നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക്, ദൈവം നമ്മളെ നിയോഗിച്ചാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുകയാണ്. ദാറ്റ്സ് അവർ പ്ലേസ്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ബി ആൻ ഇൻഫ്ലുവൻസർ. അവിടെ ഒരു സമാധാന പുത്രനെ കാണുവാൻ, അവിടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ വർദ്ധനവിലേക്ക് കൊണ്ടുവരുവാൻ. യു അനോയിന്റഡ് ആൻഡ് കമ്മീഷൻഡ്. പലപ്പോഴും നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വന്നാണ് നമ്മൾ ദൈവരാജ്യത്തിന്റെ every place, every meeting is an opportunity to invite the kingdom of darkness. നമുക്ക് ദൈവത്തിന് വേണ്ടി ആ അവസരങ്ങളെ, ലെറ്റ്സ് യൂസ് ദി ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളൊക്കെ നമുക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം. യെസ്. ആൻഡ് ഇൻ ദ സെയിം ഹൗസ് റിമെയിൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ ഫെലോഷിപ്പ്. നമ്മൾ ഈ ട്രൈബുകളിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ, അല്ലെ മിഷൻസിലൊക്കെ പോകുമ്പോൾ, നിങ്ങളൊന്ന് ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചായ കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് കൊണ്ടുവരാം. ചിലപ്പോൾ അത് കുടിക്കാനോ കഴിക്കാനോ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവ കുടിച്ചില്ല, വേണ്ട എന്ന് പറഞ്ഞ് നമ്മളത് തിരസ്കരിച്ചാൽ അതിന്റെ അർത്ഥം അവരെ തിരസ്കരിച്ചു എന്നാണ്. അതുകൊണ്ട് മിഷൻസിന്റെ ഒരു യഥാർത്ഥ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ അവർ കർത്താവിലേക്ക് ഹൃദയം തുറക്കണമെങ്കിൽ നിങ്ങൾ അവരെ പോലെ ഹഡ്സൺ ടൈലറോടെ പോയപ്പോൾ ചൈനീസ് ആൾക്കാരോട് സുവിശേഷം പറയുവാൻ, അവിടെ എല്ലാം വ്യത്യസ്ത മതക്കാരാണ്. അതുകൊണ്ട് ഹഡ്സൺ ടൈലർ ഒത്തിരി പ്രയത്നിച്ചു സുവിശേഷം പറയുവാൻ, ദൈവരാജ്യം കൊണ്ടുവരാൻ. ഹി വാസ് അൺസക്സസ്ഫുൾ. പിന്നെ ഹഡ്സൺ ടൈലർ ആ വ്യക്തികളുടെ, ആ സമൂഹത്തിലെ വസ്ത്രധാരണയിലേക്കും ജീവിതശൈലിയിലേക്കും, വില്യം കാരെ ബ്രിട്ടനിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ വെള്ളക്കാരനാണ്, സാഹിബ് സാഹിബ് സാധാരണക്കാരനായി. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പി, അതിലെ രോഗികളെ സൗഖ്യമാക്കി. Hallelujah. The third principle, first release shalom, second fellowship, build relationship, third principle minister to the felt needs. ഇതുവരെ സുവിശേഷം പറഞ്ഞിട്ടില്ല. ആ ഭവനത്തിലെ രോഗികളെ സൗഖ്യമാക്കുക. ലോകം കണ്ടതിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് റെയ്നാർഡ് ബോങ്കെ. ആ വ്യക്തിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു അമേരിക്കൻ മിഷണറി അവരുടെ വല്യപ്പന്റെ വീട്ടിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എവിടെയോ വഴിതെറ്റി ആ വീട്ടിലേക്ക് വന്ന് അവരോട് കൂട്ടായ്മ കൂടുവാൻ വന്നു. അപ്പോൾ താൻ ചോദിച്ചു, താനൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്, ലോക പ്രശസ്തമായ ഒരു അമേരിക്കൻ കനേഡിയൻ മിഷണറിയാണ്, ഇവാഞ്ചലിസ്റ്റ് ആണ്. ശക്തമായി തന്റെ ആദ്യത്തെ ചോദ്യം, ഇവിടെ രോഗികൾ വല്ലതും ഉണ്ടോ? അപ്പോൾ റെയ്നാർഡ് ബോങ്കയുടെ വല്യപ്പച്ചൻ അർത്രൈറ്റിസ് ബാധിച്ച് ഒന്ന് തിരിയുമ്പോൾ വേദന കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഒരു ദൈവിക സ്പർശനമുണ്ടായി. ആ ഭവനം തന്റെ ഈ വല്യപ്പന്റെ റെയ്നാർഡ് ബോങ്കയുടെ ഫാദർ ഒരു ദൈവദാസനായി തീരുവാനിടെ, പാസ്റ്ററായി തീരുവാനിടെ. Somebody say minister to the felt needs of the people. Yes, heal the sick. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ച് വന്നിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ദൈവരാജ്യം സുവിശേഷിക്കുക. When you touch them, when you open them, when they know that you are genuine, നിങ്ങൾ ഒരു ആത്മാർത്ഥതയുണ്ടെന്ന് ജനം മനസ്സിലാക്കുമ്പോൾ അവിടെ ഹൃദയം തുറന്ന് അവരിലേക്ക് സുവിശേഷം. ആമേൻ. യെസ്, തുറന്ന് വായിക്കാം. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ആ TPT ട്രാൻസ്ലേഷൻ ഇടാം. The book of Luke chapter 10 and verse 11. We wipe from our feet the very dust of your streets as a testimony before you. Understand this, God's kingdom, ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ റീച്ചിൽ വന്നു. ദൈവത്തിന്റെ ആ ഒരു ആഹ്വാനത്തെ, ഇൻവിറ്റേഷനെ നിങ്ങൾ തിരസ്കരിച്ചു. Raising and establishing houses of peace. ആമേൻ. എന്താണ് ഈ സമാധാനത്തിന്റെ ഭവനം? ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ സ്വീകരിച്ചവരാണ്. രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും യേശുവിനെ, സമാധാനത്തിന്റെ പ്രഭുവിനെ, യാഹോവേ ശലോമിനെ അല്പമെങ്കിലും തിരിച്ചറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്ര കർത്താവ് തന്റെ ശിഷ്യന്മാരോ പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ടു പോയി എന്ത് ചെയ്യണം? ദൈവരാജ്യത്തെ വർദ്ധിപ്പിച്ച് വർദ്ധനവിലേക്ക്, ആ സ്ഥലത്തെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ഫ്രീ ആക്കി അവിടെ ദൈവരാജ്യത്തിന്റെ ജയക്കൊടി നാട്ടണം. പക്ഷെ അതെങ്ങനെയാ നടക്കുന്നത്? അവിടെ ഒരു സമാധാനത്തിന്റെ പുത്രനെ നിങ്ങൾ കണ്ടുപിടിക്കണം.
അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദർശനത്തിൽ താൻ കാണുകയാണ്, മക്കദോനിയയിൽ നിന്നൊരു പുരുഷൻ തന്നെ വിളിക്കുകയാണ്, ഏഷ്യയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഭൂഖണ്ഡത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താൻ ഒരു ദർശനം കാണുന്നത്. മക്കദോനിയയിൽ യൂറോപ്പ് കോണ്ടിനെന്റിൽ നിന്ന് ആരോ നമ്മെ സ്വാഗതം ചെയ്യുന്നു. ദൈവമാണ് ആ ദർശനം കാണിച്ചതെന്ന് പറഞ്ഞ് യൂറോപ്പിലേക്ക് പോകുമ്പോൾ ആ തെരുവിലൂടെ നടന്നപ്പോൾ ലിഡിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പൗലോസ് പറഞ്ഞ കേട്ടു. തന്റെ ഹൃദയം തുറന്നു, തന്റെ ഭവനം തുറന്നു. ലിഡിയ ഒരു സമാധാനത്തിന്റെ പുത്രിയായി. ആ സമാധാനത്തിന്റെ പുത്രി പൗലോസിനെയും കൂട്ടരെയും തന്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതൊരു സമാധാനത്തിന്റെ ഭവനമായി. യൂറോപ്പിൽ വിപ്ലവകരമായ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വർധനവ് ഒരു സമാധാനത്തിന്റെ പുത്രിയിൽ നിന്നും, ഒരു സമാധാനത്തിന്റെ ഭവനത്തിൽ നിന്നും പിന്നെ ആ യൂറോപ്പ് കോണ്ടിനെന്റിനെ സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നാം ഇത്രയും കേട്ടു മനസ്സിലാക്കി ദൈവത്തിന്റെ വഴി നമ്മൾ തിരിച്ചറിഞ്ഞു. ഒരു പട്ടണത്തെ രൂപാന്തരപ്പെടണമെങ്കിൽ, ഒരു ദേശത്തെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സമാധാനത്തിന്റെ ഭവനങ്ങളെ പണിതെടുക്കണം. ആ കരം ഉയർത്തി പറയാം, സമാധാനത്തിന്റെ ഭവനങ്ങളെ പണിതെടുക്കണം. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ശത്രുക്കളായി, മർദ്ദലികളായി, അന്ധകാരത്തിന്റെ രാജ്യത്തിലായി നമ്മളെല്ലാം കാൽവരി ക്രൂശിൽ യേശുവിന്റെ പാപയാഗത്താൽ, ആ രക്തത്തിന്റെ വിലയാൽ സ്തോത്രം, ദൈവത്തിന്റെ സമാധാനം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-2 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന പോലെ ആ സമാധാനത്തിന്റെ ദൈവത്തെ നാം രുചിച്ചറിഞ്ഞു. സമാധാനത്തിന്റെ സുവിശേഷത്തെ നാം കൈക്കൊണ്ടു. ശത്രുക്കളായ നമ്മൾ ദൈവത്തോട് സമാധാനമുള്ളവരായി തീർന്നു. പക്ഷെ എന്നൊരു ചോദ്യം, നമ്മളൊരു സമാധാനത്തിന്റെ പുത്രനാണോ? നമ്മുടെ ഭവനം സമാധാനത്തിന്റെ ഭവനമാണോ? നമ്മൾ താമസിക്കുന്ന ദേശത്തെ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ, നമുക്ക് മറ്റ് സമാധാനത്തിന്റെ ഭവനങ്ങളെ ഉളവാക്കണമെങ്കിൽ, മറ്റ് സമാധാനത്തിന്റെ വ്യക്തികളെ നമുക്ക് ദൈവത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ ആദ്യം നാം സമാധാനത്തിന്റെ ഒരു വ്യക്തിയായി തീരണം. നാം സമാധാനത്തിന്റെ ഒരു പുത്രനായി തീരണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, Blessed are the peacemakers, for they shall be called the sons of God. സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനം. Blessed are the makers and the maintainers of peace, for they shall be called the sons of God. Amen. എന്താണ് ഒരു സമാധാനത്തിന്റെ ഭവനം? ഒരു ഭവനത്തിൽ ഭാര്യയും ഭർത്താവും ഈ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ, സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ, സമാധാനത്തിന്റെ പ്രഭുവിന് ആ കുടുംബത്തിൽ, ഭവനത്തിൽ. ഇന്ന് മിക്ക വീടുകളിലും എന്താ സംഭവിക്കുന്നത്? വഴക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ, കൺഫ്യൂഷനാണ്, ഇടർച്ചകൾ നടക്കുന്നു, വാഗ്വാദങ്ങൾ, വഴക്കുകൾ, സ്ട്രൈഫ്, കലഹം. ഈ ആത്മാവ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, നമ്മുടെ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും ഈ സമാധാനത്തിന്റെ പ്രഭുവിന് കീഴിൽ സമാധാനത്തിന്റെ ദൈവത്തെ ഒന്ന് സ്വീകരിച്ച് ഒരു യാഗപീഠം പണിത് തങ്ങളെ തന്നെ ദൈവിക സമാധാനത്തിന്റെ ആ വഴിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. സമാധാനം ഉണ്ടാക്കുന്നവർ ഇല്ല, ഞാൻ പിടങ്ങിയിരിക്കും, ഞാൻ വഴക്കുണ്ടാക്കും, ഞാൻ എന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ തിരിച്ചു സംസാരിക്കും. ഇല്ലേ? മിക്ക കുടുംബങ്ങളിൽ വിശ്വാസികളാണ്, വിശ്വാസി കുടുംബമാണ്, പക്ഷെ അത് സമാധാനത്തിന്റെ ഭവനമല്ല. അവർക്ക് സ്നേഹത്തോട്, സന്തോഷത്തോട്. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, ദൈവരാജ്യം ആഹാരവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. എന്താണ് ഒരു സമാധാന ഭവനം? അവിടെ ദൈവത്തിന്റെ, സ്വർഗത്തിന്റെ അന്തരീക്ഷമാണ്. അവിടെ വഴക്കും കലഹവും വാഗ്വാദവും പിണക്കവും അടിയും. അവിടെ സമാധാനത്തിന്റെ ദൈവത്തെ. ഇതെത്ര പേര് അങ്ങനെ പറയും? കർത്താവേ, സമാധാനത്തിന്റെ ഭവനങ്ങളെ, സമാധാനത്തിന്റെ പുരുഷന്മാരെ, പുത്രന്മാരെ, പുത്രിമാരെ പുറപ്പെടുവിക്കണമെങ്കിൽ I must be a man of peace, not a man of strife and quarrel. ക്ഷമിക്കുവാൻ കഴിയില്ല, വഴക്കുണ്ടാക്കുകയോ വിധേയപ്പെടുവാൻ കഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. Oh no, oh no, oh no. We cannot change a community. We cannot bring transformation. നമ്മുടെ ഓൾട്ടറുകൾ തകർന്നു കിടക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തെ മാറ്റുവാൻ കഴിയുകയില്ല. So our houses must be houses of peace. Yes, hallelujah. എങ്ങനെയാണ് നമ്മുടെ ഭവനത്തെ നമുക്ക് ഹല്ലേലൂയ സ്വർഗ്ഗമാക്കി മാറ്റുവാൻ കഴിയുന്നത്? ഒരു സ്വർഗീയ അന്തരീക്ഷം. How can you change the spiritual climate of your home? നിരന്തരമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ കുറവുകളാണോ, കുറ്റങ്ങളാണോ, പരാതികളാണോ, എന്തില്ലെന്നാണോ, കംപ്ലൈനിങ് ആണോ, മർമറിംഗ് ആണോ, ബാക്ക് ബൈറ്റിംഗ് ആണോ, അതോ ദൈവിക ആരാധനയാണോ, നന്ദിയാണോ? ദൈവത്തിന് സ്തോത്രം, എപ്പോഴും സ്തുതി. ഡാഡാലൻ പഠിപ്പിച്ച തത്വമാ, ഭവനങ്ങളിൽ ആത്മീയ ആരാധനകൾ ഉയരട്ടെ. അങ്ങനെ ആത്മീയ ആരാധനകൾ ഉയരുമ്പോൾ അത് നിങ്ങളൊരു ടേപ്പ് റെക്കോർഡർ വെച്ചോ, നിങ്ങളൊരു സെറ്റ് വെച്ചോ, എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റണം. Host the presence of God. ഈ ചർച്ചിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ഭവനത്തിൽ നമ്മൾ എപ്പോഴും വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളാണ് ദൈവ പ്രവർത്തികളുടെയും അത്ഭുതങ്ങളുടെയും, ദൈവ പ്രവർത്തികളുടെയും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും ആഴമായ മാനസാന്തരങ്ങളുടെയും രൂപാന്തരങ്ങളുടെയും സ്ഥലങ്ങൾ.
പക്ഷെ നമ്മുടെ യാഗപീഠങ്ങളൊക്കെ ശൂന്യമായി കിടക്കുക. നമ്മുടെ ഭവനങ്ങളിൽ എവിടെയാ ജനം രക്ഷിക്കപ്പെടുന്നത്? എവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്? എവിടെയാണ് ദൈവപ്രവൃത്തികൾ നടക്കുന്നത്? എവിടെയാണ് നമ്മുടെ മക്കൾ സമാധാനത്തിൽ ഫ്ലറിഷ് ആകുന്നത്? Somewhere we have missed it. Somewhere. ആ കരമൊന്ന് ഉയർത്തി നമുക്കൊന്ന് പറയാം, കർത്താവേ, ഈ വഴക്കും കലഹവും പിണക്കവും കംപ്ലൈനിങ്ങും ഇല്ലായ്മ പറയലും ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കുന്ന എല്ലാ ആ കരമൊന്ന് ഉയർത്തി പിടിക്കാം, നമുക്കൊന്ന് ഏൽപ്പിക്കാം. സമാധാനത്തിന്റെ യാഗപീഠങ്ങളെ നമുക്കൊന്ന് പണിതെടുക്കാം, നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. ഒരു സമാധാനത്തിന്റെ പുത്രനായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ blessed are the peacemakers. സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി, സമാധാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി അങ്ങനെയുള്ള ഒരു ഭവനമാകുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ സ്തുതി, എപ്പോഴും ദൈവം. ഹല്ലേലൂയ. നോ ക്രിട്ടിക്കൽ ടോക്കിംഗ്, നോ ജഡ്ജ്മെന്റൽ ടോക്കിംഗ്. ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന, താഴ്ത്തുന്ന. ഓ നോ 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 നോ. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് സ്തുതി കൊടുക്കുന്ന that house of peace will be a powerhouse of God, a transforming house to the community. It's a door of hope for transformation and city checking. അതിന്റെ സ്വാധീനം, അതിന്റെ റിപ്പിളുകൾ സ്തോത്രം ആ സ്ഥലത്തെല്ലാം അനുഭവിക്കാൻ തുടങ്ങും. ഒരു സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് ആൾക്കാര് ലൈറ്റിലേക്ക് പ്രാണികൾ ആകർഷിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ ഒരുക്കിയെടുക്കുന്ന ആ സ്വർഗീയ സമാധാന അന്തരീക്ഷത്തിലേക്ക്, ആ സ്വർഗീയ സന്തോഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ദൈവ സമാധാനത്തിന്റെ പ്രഭു വാഴുന്നത്. ഓ, എനിക്ക് അവിടെ പോകണം, എനിക്ക് അജിത്തിന്റെയും സുമയുടെ വീട്ടിലോട്ട് പോകണം, എനിക്ക് അവിടെ പോകണം. Hallelujah. I want to go there because something happens in the house. നിങ്ങളുടെ വീട്ടിൽ വരുന്നവർ ഒത്തിരി നിങ്ങൾ സുവിശേഷിക്കുന്നില്ല, ആ അന്തരീക്ഷത്തിൽ വരുമ്പോൾ തന്നെ അവർക്ക് യേശുവിനെ വേണം, അവർ നിങ്ങൾ സ്നേഹിക്കുന്ന ആ യേശുവിനെ വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 12 നമുക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. കോഴഞ്ചേരി കാത്തിരിക്കുന്നു, ചങ്ങനാശ്ശേരി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ഭവനങ്ങൾ ആ കരം ഉയർത്തി നമുക്കെന്ന് പറയാം, God, I take responsibility. ദൈവമേ, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. കർത്താവേ, എന്റെ ഭവനത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ, വ്യക്തിപരമായ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. As an individual, I will be a son of peace, a daughter of peace. ഈ കലഹത്തിലും വഴക്കിലും വാഗ്വാദത്തിലും ഇടർച്ചയിലുമല്ല, but I will be a son of peace, a man of peace, a daughter of peace. ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് നമ്മുടെ കരങ്ങളിൽ ഒന്ന് കുറിച്ച് പിടിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് let's hold our hands together. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. God, we want to be a house of peace. We consecrate. ഞങ്ങളെ തന്നെ വീണ്ടും പ്രതിഷ്ഠിക്കുന്നു, സമർപ്പിക്കുന്നു. No strife, no quarrel, an atmosphere of heaven. സ്വർഗത്തിന്റെ അന്തരീക്ഷം. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. He is a holy God. So no unholy thing in our home. സ്വർഗത്തിന്റെ അന്തരീക്ഷത്തെ, സ്വർഗത്തിന്റെ സമാധാനത്തെ, സ്നേഹത്തെ കട്ട് ചെയ്ത് കളയുന്ന ഒന്നും, nothing God. We take responsibility and we dedicate our house that we will build up houses of peace. We'll raise up and establish houses of peace that bring true transformation, real revival, real transformation, Lord. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We take responsibility that we will create an atmosphere of heaven by intentional worship. Hallelujah. Thank you, Jesus. We bless you, we thank you. In Jesus' name we pray. Amen. Amen, amen, amen. ആകാരം പഠിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Hallelujah. Thank you, Lord. ഇതൊരു മെസ്സേജ് അല്ല. This is God's heart that has been brought to us. God wants us to be men of peace. Praise you, Father. People who live in harmony within and without. നമുക്ക് ഈ പാഠങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. May we build up the altar of house. നമ്മുടെ ഭവനത്തിന്റെ ഓൾട്ടറുകളൊക്കെ ഒന്ന് പണിതെടുത്ത് as a house of peace. I bless you, I bless you, I bless you. നിങ്ങളുടെ റീജൻസിനെ, നിങ്ങളുടെ സമൂഹത്തെ ഒക്കെ മാറ്റിമറിക്കുന്ന സമാധാനത്തിന്റെ ഭവനങ്ങളായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു.